ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 17ാമത്തെ ചാപ്റ്ററായ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ നിരന്തരം ചോദിച്ചു വരുന്ന ഒരു PSC എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ, നിങ്ങൾക്കറിയാം, SCRT-യിലെയും NCERT-യിലെയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇപ്പോൾ ചോദിച്ചു കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാസ്റ്റിക്കുകളും ഫൈബറുകളെ കുറിച്ച് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. വ്യക്തമായിട്ട് നോട്ട് എഴുതി പഠിച്ചു പോവുക, നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, നീ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ഈ ചാനലിനകത്ത് കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സും ബയോളജിയും അതുകൂടെ GK ടോപ്പിക് എല്ലാം എന്താണ് അപ്ലോഡ് ചെയ്ത് ഓരോ ഇന്നത്തെ ക്ലാസ് ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ എക്സാം ആയിരിക്കും. അങ്ങനെ ഓരോ ചാപ്റ്റർ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി സയൻസ് സബ്ജക്റ്റും GK സബ്ജക്റ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് നമ്മുടെ കൂടെ നിന്ന് തന്നെ പഠിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അപ്ലോഡ് ചെയ്യാനുള്ള എനർജി. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, കൂട്ടുകാരിലൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. എന്താ പ്ലാസ്റ്റിക്, ഫൈബർ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഫൈബറുകളും പ്ലാസ്റ്റിക്കും അല്ലേ? ഈ പ്ലാസ്റ്റിക് എടുത്താലും ഫൈബർ എടുത്താലും റബ്ബർ എടുത്താലും എന്താണ്, പോളിമറാണ്. അല്ലേ? ഇപ്പൊ എന്താ ഈ പോളിമർ എന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ മക്കളെ പോളിമർ? അനേകം ചെറിയ തന്മാത്രകൾ അടുക്കി വെച്ചുണ്ടാകുന്ന വലിയ തന്മാത്രയാണ് പോളിമർ. എന്താണ്? അനേകം ചെറിയ തന്മാത്ര അടുക്കി വെച്ചുണ്ടാകുന്ന വലിയ തന്മാത്രയാണ് എന്ത്, പോളിമർ അല്ലേ? പോളി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പോളിടെക്നിക്ക്, ഒരുപാട് ടെക്നിക്ക്. അപ്പൊ പോളി എന്ന വാക്കിന്റെ അർത്ഥം ഒരുപാട് എന്നാണ്. മെർ എന്ന വാക്കിന്റെ അർത്ഥം യൂണിറ്റ്. അപ്പൊ ഒരുപാട് യൂണിറ്റ് എന്നാണ് പോളിമർ എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ ഒന്നും കൂടെ പറയാം, എന്താണ് പോളിമർ? അനേകം ചെറിയ തന്മാത്രകൾ അടുക്കി വെച്ചുണ്ടാകുന്ന വലിയ തന്മാത്രയാണ് എന്ത്, പോളിമർ. ആ ചെറിയ തന്മാത്ര അല്ലെങ്കിൽ ലഘു തന്മാത്രയെ പറയുന്ന പേരാണ് എന്ത്, അതാണ് മോണോമറുകൾ എന്ന് പറയും. ഇനി നിങ്ങൾ അടുത്ത പഠിക്കേണ്ട കാര്യം, ഞാൻ പറയുന്ന പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കണം. പഠിക്കേണ്ട കാര്യം, ഈ അന്നജം പ്രോട്ടീനൊക്കെ എന്താണ്, പോളിമറിന് ഉദാഹരണമാണ്. അന്നജം പ്രോട്ടീനൊക്കെ എന്താണ്, പോളിമറിന് ഉദാഹരണമാണ്. അന്നജത്തിന്റെ മോണോമറാണ് ഗ്ലൂക്കോസ്. നമുക്കറിയാം, ഈ അന്നജം എടുത്താലും ഈ പറഞ്ഞ ഗ്ലൂക്കോസ് എടുത്താലും പഞ്ചസാര എടുത്താലും ഇതൊക്കെ എന്താ, കാർബോഹൈഡ്രേറ്റ് ആണ്. എന്താ കാർബോഹൈഡ്രേറ്റ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ സംയുക്തങ്ങളാണെന്ത്, കാർബോഹൈഡ്രേറ്റ്. പഠിച്ചോ? നമുക്കറിയാം, ഈ ഗ്ലൂക്കോസ് എന്താണ്, കാർബോഹൈഡ്രേറ്റ്. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താ, C6H12O6 ആണെന്ത്, ഗ്ലൂക്കോസിന്റെ അതേ ഫോർമുലയാണെന്ത്, ഫ്രക്ടോസും. ഈ സ്റ്റാർച്ച് എന്നുവെച്ചാൽ അന്നജം, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, പിന്നെ സെല്ലുലോസ്, ഇതെല്ലാം എന്താണ്, ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ അന്നജം എന്ന് പറയുന്ന അനേകം ഗ്ലൂക്കോസ് അടുക്കി വെച്ചാണ് അന്നജം ഉണ്ടാകുന്നത്. അതുകൂട്ട് തന്നെ മക്കളെ, ഈ പ്രോട്ടീൻ ഒരു പോളിമറാണ്. പോളിമറാണ്. പ്രോട്ടീന്റെ മോണോമർ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അമിനോ ആസിഡ്. ഇനി നമുക്ക് ഈ ബോക്സിൽ കിടക്കുന്ന കാര്യം ഒന്ന് പഠിക്കാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ബോക്സിൽ കിടക്കുന്ന കാര്യങ്ങൾ, അത് വ്യക്തമായിട്ട് പഠിച്ചോണം. ജീവന്റെ ഉൽപ്പത്തിയും പോളിമറുകളും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം, ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ച കാലത്ത് തന്നെ പോളിമറുകളും രൂപം കൊണ്ടിരിക്കുന്നു അല്ലേ? കാരണം ജീവന്റെ ഉൽപ്പത്തി കാലത്ത് തന്നെ എന്താണ്, പോളിമറുകളും എന്ത് ചെയ്തു, രൂപം കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡ് ചേർന്ന് രൂപം കൊണ്ട പോളിമറുകളാണ് പ്രോട്ടീൻ ആണ് ജീവന് അടിത്തറയായത് അല്ലേ? 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമിനോ ആസിഡ് ചേർന്നുണ്ടായ പോളിമറാണ് എന്ത്, ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യം അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ. ജീവജാലങ്ങൾ കാണപ്പെടുന്ന എന്തൊക്കെയാ മക്കളെ? പ്രോട്ടീനുകൾ, DNA, അന്നജം, സെല്ലുലോസ് എന്നിവയൊക്കെ എന്താ, പോളിമറ. DNA പോളിമറ, അന്നജം പോളിമറ.
സെല്ലുലോസ്, പ്രോട്ടീൻ, ഇതെല്ലാം എന്താണ്? പോളിമർ. ഈ പോളിമറെ പറയുന്ന പേരാണ് ബയോപോളിമർ. ബയോപോളിമർ. അപ്പൊ ബയോപോളിമറിന് ഉദാഹരണം എന്താണ് മക്കളെ? പഠിച്ചോ. ഒന്നാമത്തെ അന്നജം, രണ്ടാമത്തെ പ്രോട്ടീന്, സെല്ലുലോസ്, DNA, ഇതെല്ലാം എന്താണ്? ബയോപോളിമറാ. നമുക്കറിയാം പോളിമറെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. ഒന്ന് നാച്ചുറൽ പോളിമർ, പ്രകൃതിദത്ത പോളിമർ. രണ്ട് സിന്തറ്റിക് പോളിമർ, മനുഷ്യനിർമ്മിത പോളിമർ. ഈ ബയോപോളിമറൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രകൃതിദത്ത പോളിമറിന് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ് ബയോപോളിമർ? പറഞ്ഞു. ഒന്നാമത്തെ നമുക്കറിയാം എന്താണ്? അന്നജം, പ്രോട്ടീൻ, പിന്നെന്താണ്? അത് DNA, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് മക്കളെ? ബയോപോളിമറിന് എക്സാമ്പിൾ ആണ്. എന്നാൽ സിന്തറ്റിക് പോളിമർ അല്ലെങ്കിൽ ഓർഗാനോ പോളിമർ. എന്താ ഓർഗാനോ പോളിമർ എന്ന് വെച്ചാൽ? ഓർഗാനിക് കോമ്പൗണ്ട്, കാർബണും ഹൈഡ്രജനുമാണ് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ അകത്ത് മിക്കപ്പോഴും വരുന്ന രണ്ട് എലമെന്റ് കാർബണും ഹൈഡ്രജനുമാണ്. അത്തരം പോളിമറെ പറയുന്ന പേരാണ് ഓർഗാനോ പോളിമർ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമർ. മനുഷ്യനിർമ്മിത പോളിമറിന് ഉദാഹരണങ്ങൾ പഠിച്ചോ. പോളിത്തീൻ, PVC, അല്ലെ? ഇതൊക്കെ എന്താണ്? ഓർഗാനോ പോളിമർ അല്ലെങ്കിൽ എന്താണ്? സിന്തറ്റിക് പോളിമർ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? ഫൈബറുകൾ, എന്താണ് പ്ലാസ്റ്റിക്കുകൾ, എന്താണ് റബ്ബറുകൾ. എന്താണ്? പഠിച്ചോണം. ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ. നമുക്കറിയാം ഈ പോളിമർ തന്നെ 3 വിഭാഗമുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക്, 2 ഫൈബർ, 3 റബ്ബർ. ഓക്കെ, ഇതൊക്കെ പോളിമറിന്റെ ഇനങ്ങളാ. നമുക്കറിയാം എന്താ ഫൈബറുകൾ? ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ എന്താണ്? ഫൈബറാ. ഉദാഹരണം നമുക്കറിയാടേ. നൈലോൺ, റയോൺ, ഇതൊക്കെ എന്താ? ഫൈബറാ. നൈലോൺ അല്ലേ? സെല്ലുലോസ്, സിൽക്ക്, ഇതൊക്കെ എന്താണ്? ഫൈബറാ. അപ്പൊ എന്താണ്? ബലമുള്ള നാരുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ആണെന്ത്? ബലമുള്ള നാരുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ആണെന്ത്? ഫൈബറുകൾ. ഇനി അടുത്തയാണ് എന്താ? പ്ലാസ്റ്റിക്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ ആണ് പ്ലാസ്റ്റിക്. വിവിധ രൂപത്തിൽ നമുക്ക് എന്താണ് വാർത്തെടുക്കാം? നമ്മൾ വീട്ടിൽ ഒരുപാട് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഇല്ലേ? ഒരു രൂപമാണോ? കസേരയുണ്ട്, പ്ലാസ്റ്റിക് കസേരയുണ്ട്, പ്ലാസ്റ്റിക് ഡെസ്ക് ഉണ്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരേ രൂപമാണോ? അല്ല. പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വാർത്തെടുക്കാൻ കഴിയുന്ന പല രൂപത്തിൽ, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് എന്ത്? പ്ലാസ്റ്റിക്കുകൾ. അപ്പൊ എന്താണ്? റബ്ബർ ഇലാസ്റ്റികത സ്വഭാവമുള്ള, അല്ലെ, വലിച്ചു കിട്ടുന്ന ഇലാസ്റ്റികത സ്വഭാവമുള്ള പോളിമറാണ് എന്ത്? റബ്ബറുകൾ. ഈ 3 ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചോണം. എഴുതിയെടുത്ത് തന്നെ പഠിക്കണേ. അപ്പൊ ഒന്നും കൂടെ പറയാം. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ, ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബറുകൾ. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്കുകൾ. ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബറുകൾ. ഓക്കെ അല്ലെ? ഒന്നും കൂടെ ഞാൻ പറയാം. ഇത് ഇങ്ങനെ വയ്ക്കും. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്കുകൾ. തെറ്റാ. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് റബ്ബർ. തെറ്റാ. മനസ്സിലായോ? അപ്പൊ ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറയാം. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ എന്താണ്? അത് ഫൈബർ ആണ്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. എന്നാൽ ഇലാസ്റ്റിക് സ്വഭാവമുള്ള എന്താണ്? റബ്ബറാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യനിർമ്മിത ഫൈബറുകൾ. മനുഷ്യനിർമ്മിത ഫൈബറുകൾ. സിന്തറ്റിക് ഫൈബറും നാച്ചുറൽ ഫൈബറും ഉണ്ട്, പ്രകൃതിദത്ത ഫൈബറുണ്ട്. കോട്ടൺ, സിൽക്ക് ഒക്കെ എന്താ? പ്രകൃതിദത്ത ഫൈബറാ. പക്ഷെ നമ്മൾ എല്ലായിടത്തും അത് യൂസ് ചെയ്യത്തില്ല, കാരണം അതിനെ കിട്ടുന്നുള്ള കുറവാണേ. ഓക്കെ അല്ലേ? അപ്പം പ്രകൃതിദത്ത ഫൈബർ ഉദാഹരണങ്ങൾ നോക്കിയേ. കോട്ടൺ, സിൽക്ക് ഒക്കെ എന്താണ്? പ്രകൃതിദത്ത ഫൈബറുകളാണ് എന്ന് ഓർത്തോണം. പിന്നെ നമുക്കിനി ഇതാണ് ഈ നൈലോണും റയോണും എന്തിന് എക്സാമ്പിളാ? സിന്തറ്റിക് ഫൈബറിന് എക്സാമ്പിളാ. ഈ നൈലോൺ ആണ് മക്കളെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. അപ്പൊ എന്താ നൈലോണ്? ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂലാണെന്ത്? നൈലോൺ. അപ്പൊ എന്താണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂലാണെന്ത്? നൈലോൺ എന്ന് പറയും. ഈ 2 രാജ്യങ്ങളുടെ പേരാണ് നൈലോണിന് കൊടുത്തത്. 2 രാജ്യം ഏതൊക്കെയാ? നൈലോണിന്റെ N ന്യൂയോർക്ക്, L ലണ്ടൻ.
ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നയലോണിന് ആ പേര് കിട്ടിയത്. അപ്പൊ ഒന്നും കൂടെ പറയാം, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. 2 രാജ്യങ്ങൾ, ന്യൂയോർക്ക്, ലണ്ടൻ. ഓക്കെ, നൈലോൺ ആദ്യമായി വിറ്റഴിക്കപ്പെട്ട രാജ്യം ചോദിച്ചാൽ ഈ രാജ്യമാ. ന്യൂയോർക്ക്, ലണ്ടനിലാണ് ആദ്യമായി നൈലോൺ വിറ്റഴിക്കപ്പെട്ട രാജ്യം. അമേരിക്ക, ന്യൂയോർക്ക്, കാനഡ, ഇന്ത്യ. എവിടാ? ന്യൂയോർക്ക്. ആദ്യമായി നൈലോൺ വിറ്റഴിക്കപ്പെട്ട രാജ്യം എന്താ? ഈ 2 രാജ്യമാ, ന്യൂയോർക്കും ലണ്ടനും. ആ പേരിൽ നിന്നാണ് നൈലോൺ കിട്ടിയത്. N ന്യൂയോർക്ക്, നൈലോൺ L ലണ്ടൻ. ഓക്കെ അല്ലേ? ഇനി പഠിച്ചോണം മക്കളെ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂല്. ഇത് പൂർണ്ണമായിട്ടും കൃത്രിമമല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫൈബറിനെ എന്താക്കുന്നു? അത് നമ്മൾ പകുതി കൃത്രിമവും പകുതി നാച്ചുറലുമാണ്. ഓക്കെ അല്ലേ? പ്രകൃതിദത്ത സിൽക്കിന് സമാനമായ സ്വഭാവമുള്ള റയോൺ പട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നമുക്ക് പട്ട് സാരിയൊക്കെ നിർമ്മിക്കാൻ കാഞ്ചീപുരം പട്ട് എവിടെ കിട്ടും? കാഞ്ചീപുരത്തല്ല, എല്ലാ തുണിക്കടയിൽ നിന്ന് കിട്ടും. കാഞ്ചീപുരം പട്ട് കിട്ടും അല്ലേ? കാഞ്ചീപുരം പട്ട് സാരി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? അത് റയോൺ ആണ്. സെറ്റല്ലേ മക്കളെ? കാര്യം മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് എന്ത് കിട്ടിയത്? നൈലോൺ ആ പേര് കിട്ടാൻ കാരണം. സെറ്റല്ലേ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇനി നമുക്ക് റബ്ബറിനെ കുറിച്ച് നോക്കാം. എന്താ മക്കളെ റബ്ബർ എന്ന് വെച്ചാൽ? റബ്ബർ പഠിക്കുന്നതിന് മുന്നേ എന്താണ് അല്പം പ്ലാസ്റ്റിക്കിന്റെ ചരിത്രം പഠിക്കാം. നിങ്ങൾക്കറിയാം പ്ലാസ്റ്റിക് എന്ന വാക്ക് എവിടെ നിന്ന് വന്ന് മക്കളെ പഠിച്ചോ? പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന വാക്ക് ഉണ്ടായത്. അപ്പൊ പ്ലാസ്റ്റിക് എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി? പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്ക്. ഇതിന്റെ അർത്ഥമാണ് രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന വാക്കുണ്ടായത്. ഓക്കെ അല്ലേ? പ്ലാസ്റ്റിക് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് അല്ലേ? അപ്പൊ പ്ലാസ്റ്റിക് എന്ന പദം എവിടെ നിന്നുണ്ടായി? രൂപമാറ്റം വരുത്താൻ കഴിയുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന വാക്ക് ഉണ്ടായതെന്ന് പഠിച്ചോണം മക്കളെ. 1856 അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ചെടുത്ത പാർക്സീൻ എന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു. ഓക്കെ, പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു ചോദിച്ചാൽ അത് പ്ലാസ്റ്റിക്കോസ് ആണ്. ഓക്കെ, പ്ലാസ്റ്റിക്കോസ് അല്ല, പാർക്സീൻ ആണ്. പാർക്സീൻ ഒരിക്കലും പ്ലാസ്റ്റിക് അല്ല. എന്തല്ല? പ്ലാസ്റ്റിക് അല്ല. പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ട പദാർത്ഥമാണെന്ത്? പാർക്സീൻ. അലക്സാണ്ടർ പാർക്സ് 1856. എന്നാൽ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ആണെന്ത്? ബേക്കലൈറ്റ്. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് എന്താ? ബേക്കലൈറ്റിന്റെ മോണോമർ ആണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ്. ബേക്കലൈറ്റ് ആണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന് സമാനമായ പദാർത്ഥമാണെന്ത്? പാർക്സീൻ. എന്നാൽ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് എന്താണ്? അത് ബേക്കലൈറ്റ് ആണ്. ഓക്കെ അല്ലേ? 1909 ലിയോ ബേക്കലന്റ് എന്ന ബെൽജിയം രസതന്ത്രജ്ഞനാണ് എന്ത് നിർമ്മിച്ചത്? ബേക്കലൈറ്റ്. ലിയോ ബേക്കലന്റ്. ഏത് വർഷം? 1909. ഇത്രയും കാര്യം സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഞാൻ പറയാം, പ്ലാസ്റ്റിക് എന്ന വാക്ക് എവിടെ നിന്നു? പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്ക്. ഇതിന്റെ അർത്ഥം രൂപമാറ്റം സംഭവിക്കാൻ കഴിയുന്നത്. പ്ലാസ്റ്റിക്കിന് സമാനമായി നിർമ്മിക്കപ്പെട്ട ആദ്യ പദാർത്ഥം പാർക്സീൻ. അലക്സാണ്ടർ പാർക്സ് 1856. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് നിർമ്മിച്ചത് ലിയോ ബേക്കലന്റ് 1909. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റബ്ബർ. എന്താ റബ്ബർ എന്ന് വെച്ചാൽ ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബറുകൾ അല്ലെ? ഇലാസ്തികത സ്വഭാവം വലിച്ചു കിട്ടാൻ കഴിയുന്ന ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണെന്ത്? റബ്ബർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, റബ്ബറിന്റെ ജന്മദേശം എന്താണ്? അത് ബ്രസീലാണ്.
അല്ലെ? ബ്രസീലാണ് ഈ പറഞ്ഞ റബ്ബറിന്റെ ജന്മദേശം, അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. ഓക്കെ അല്ലേ? റബ്ബർ നാച്ചുറൽ റബ്ബർ എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്? റബ്ബർ മരത്തിലെ റബ്ബർ പാലിൽ നിന്നും അല്ലെങ്കിൽ ലാറ്റക്സിൽ നിന്നും. ഓക്കെ അല്ലേ? നമുക്കറിയാം കോട്ടയത്തൊക്കെ കൂടുതൽ റബ്ബർ, കോട്ടയത്തൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ സിനിമയിലൊക്കെ റബ്ബർ വെട്ടാൻ പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലേ? മരത്തിൽ നിന്നും വെട്ടിയാണ് റബ്ബർ പാലിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? റബ്ബർ ഉണ്ടാക്കുന്നത്, നാച്ചുറൽ റബ്ബർ. ആ നാച്ചുറൽ റബ്ബറിന്റെ മോണോമറാണ് ഐസോപ്രീൻ. ചോദിച്ചാൽ നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ എന്താണ്? ഐസോപ്രീനാണ്. ഓക്കെ അല്ലേ? ഇപ്പം ചോദിക്കും റബ്ബർ പാലിലെ പ്രധാന ഘടകം. റബ്ബർ പാല് നാച്ചുറൽ റബ്ബറാണ്. റബ്ബർ പാലിലെ പ്രധാന ഘടകം എന്താണ്? ഐസോപ്രീന. അനേകം ഐസോപ്രീൻ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നാച്ചുറൽ റബ്ബർ. ഓക്കെ, നോക്കാം മക്കളെ, ശ്രദ്ധിച്ചു. ഇലാസ്റ്റിക് സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. റബ്ബർ മരത്തിൽ നിന്നെടുത്തിട്ടുള്ള റബ്ബർ പാലിൽ നിന്നാണ് റബ്ബർ ആദ്യമായി വേർതിരിച്ചെടുത്തത്. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്ര ചേർന്നുണ്ടാകുന്ന പോളിമറാണ് റബ്ബർ. കണ്ട, ഇതാണ് മക്കളെ, കണ്ട റബ്ബർ പാലിൽ നിന്നും, കണ്ട ഇതാണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചാൽ കണ്ട, ഇങ്ങനെ വെട്ടി എടുക്കുന്ന, കണ്ട നോക്കി, ഒരു മിനിറ്റ്, കണ്ട ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുക്കുന്ന, കണ്ട റബ്ബർ പാല്. കണ്ട, മനസ്സിലായ മക്കളെ? ക്ലിയർ ആണല്ലോ? എന്നാൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് നാച്ചുറൽ റബ്ബർ ഉപയോഗിക്കും. പക്ഷെ എപ്പോഴും നാച്ചുറൽ റബ്ബറിനെ മാത്രം ആശ്രയിക്കാൻ സാധിക്കത്തില്ല, അത്രയും ലഭ്യത കുറവാണ്. അപ്പൊ നമുക്ക് കുറച്ച് മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിക്കണം. അത്തരം കൃത്രിമ റബ്ബറുകളാണ് എന്ത് മക്കളെ? പഠിച്ചോണം. ഏതൊക്കെയാ? നിയോപ്രീൻ ഉണ്ട്, തയോക്കോൾ ഉണ്ട്, ബ്യൂണ എസ് ഉണ്ട്, ബ്യൂണ എൻ ഉണ്ട്. ഉണ്ടോ? ഏതൊക്കെയാണ് മനുഷ്യ നിർമ്മിത റബ്ബറുകൾ? നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. എന്താണ്? നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. ഏതൊക്കെ? നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ. മക്കളെ പഠിച്ചോ? എന്നാൽ ആദ്യ കൃത്രിമ റബ്ബർ ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? നിയോപ്രീൻ ആണ്. ഈ നിയോപ്രീന്റെ മോണോമർ എഴുതി വെച്ചോ, അതാണ് ക്ലോറോപ്രീൻ. ഒരിക്കലും നിയോപ്രീന്റെ മോണോമർ ചോദിച്ചാൽ ഐസോപ്രീൻ എഴുതി വെക്കരുതും. ഐസോപ്രീൻ എന്താണ്? നാച്ചുറൽ റബ്ബറിന്റെ അല്ലെങ്കിൽ റബ്ബറിന്റെ മോണോമർ ചോദിച്ചാൽ അത് ഐസോപ്രീൻ. നാച്ചുറൽ എന്ന് ചോദിക്കണമെന്നില്ല, റബ്ബറിന്റെ മോണോമർ ചോദിച്ചാൽ ഐസോപ്രീൻ. എന്നാൽ ആദ്യ കൃത്രിമ റബ്ബറായ നിയോപ്രീന്റെ മോണോമർ ക്ലോറോപ്രീൻ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? നോക്കിയേ, ഇതാണ് ഞാൻ നേരത്തെ പറയാം, പ്ലാസ്റ്റിക്. കണ്ട, പല ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് യൂസ് ചെയ്യും, അല്ലെ? അറിയാവുന്നതല്ലേ? ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് അത് ബേക്കലേറ്റ് ആണ്. ഓക്കെ അല്ലേ? വിവിധ രൂപത്തിൽ നമുക്ക് എന്താണ് വാർത്തെടുക്കാൻ കഴിയുന്നതല്ലേ? കസേര, ഡെസ്ക്, കണ്ട ഇതെല്ലാം പല രൂപത്തിൽ നമുക്ക് എന്താണ് വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. എന്താണ് തെർമോപ്ലാസ്റ്റിക്കും? എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും? എന്താ മക്കളെ തെർമോപ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ? മക്കളെ പഠിച്ചോണം. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും, എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ദൃഢമാകും, തണുപ്പിക്കുമ്പോൾ എന്താണ്? ചൂടാക്കുമ്പോൾ എന്താണ്? മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ എന്താണ്? ദൃഢമാവുകയും ചെയ്യും, അല്ലെ? ചൂടാക്കുമ്പോൾ എന്താണ്? മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ എന്താണ്? ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക്. ഓക്കെ, ഈ പ്രവർത്തനം എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം. ഈ പ്രവർത്തനം എന്താണ്? എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം. ചൂടാക്കുമ്പോൾ എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക്. വീണ്ടും റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആണ് എന്ത് തെർമോപ്ലാസ്റ്റിക്. ഈ പ്രവർത്തനം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവാവുകയും, എന്താണ്? ചൂടായ അവസ്ഥയിൽ എന്താണ്? മൃദുവാവുകയും, എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ്. ചൂടാക്കുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മൃദുവാകും. തണുപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് എന്താണ്? ദൃഢമാകും. പിന്നെ ഒരിക്കലും അത് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ സാധിക്കത്തില്ല.
മറ്റേത് ദൃഢമായാൽ വീണ്ടും ചൂടാക്കുമ്പോൾ മൃദുവാകും, തണുക്കുമ്പോൾ ദൃഢമാകും. ഇതെന്താണ്? സ്ഥിരമായി കഴിഞ്ഞാൽ ചൂടാക്കി രൂപമാറ്റം വരുത്താൻ കഴിയത്തില്ല. ഈ പ്ലാസ്റ്റിക് ആണെന്ത്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എന്താ മക്കളെ തെർമോ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ? ഒന്ന് പറഞ്ഞേ. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും, ചൂടാക്കിയാൽ മൃദുവാകും, തണുപ്പിച്ചാൽ ദൃഢമാകും, വീണ്ടും ചൂടാക്കിയാൽ മൃദുവാകും. ഓക്കെ അല്ലേ? എന്നാൽ തെർമോ സെറ്റിംഗ് ആണെങ്കിൽ ചൂടാക്കിയാൽ മൃദുവാകും, തണുപ്പിച്ചാൽ ദൃഢമാവും, പിന്നെ എത്ര ചൂടാക്കി സ്ഥിരമായിട്ട് ദൃഢമാവും, പിന്നെ എത്ര ചൂടാക്കിയാലും മൃദുവാകുകയോ രൂപമാറ്റം സംഭവിക്കുകയോ പറ്റത്തില്ല. മനസ്സിലായി? അതാണ് എന്ത്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. അതിന് ഉദാഹരണങ്ങൾ പഠിച്ചോ, ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന പഠിച്ചു വെച്ചോണം. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഒന്നാമത്തെ പോളിത്തീൻ. പോളിത്തീനും PVC പോളിവിനൈൽ ക്ലോറൈഡും എന്തിനുദാഹരണമാണ്? തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ഓക്കെ, എന്താ പോളിത്തീൻ? എവിടൊക്കെ ഉപയോഗിക്കുന്നു? വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ. ഏതൊക്കെയാണ്? വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ. എന്താ PVC എന്ന് വെച്ചാൽ? ഇലക്ട്രിക്. PVC എന്ന് വെച്ചാൽ ഒരിക്കലും പൈപ്പ് മാത്രമല്ല. PVC നേരിട്ടുള്ള PVC പൈപ്പ് മാത്രമല്ല. നമുക്കറിയാം PVC എന്ന പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച പൈപ്പാണ് PVC പൈപ്പ്. PVC കൊണ്ട് ഉപയോഗങ്ങൾ പഠിച്ചോണം. ഒന്ന് ഇലക്ട്രിക്കൽ വയറിംഗ് ഇല്ലേ, അതിന്റെ കോട്ടിംഗ് ഇല്ലേ. രണ്ട് പ്ലംബിംഗ്, അതാണ് PVC പൈപ്പ്. പിന്നെന്താ? ഷൂസ് ഇല്ലേ, ഷൂസ് നിർമ്മിക്കാൻ വേണ്ടി. ഹാൻഡ് ബാഗ് ഇല്ലേ, ഹാൻഡ് ബാഗ്. പിന്നെ റെയിൻകോട്ട് ഇല്ലേ, റെയിൻകോട്ട്. ഓക്കെ അല്ലേ? ബോട്ടിലുകൾ, ഫർണിച്ചർ ഇല്ലേ, വീട്ടിലെ ഈ ഡെസ്കും പിന്നെ ഈ പറയുന്നത് എന്താണ്? കസേര. അതൊക്കെ നിർമ്മിക്കുന്ന ഫർണിച്ചർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ്? ഈ പറയുന്നത് എന്താണ്? PVC ആണ്. പിന്നെ ബോട്ടിലുകളില്ലേ, വീട്ടിൽ ഉപയോഗിക്കുന്ന ബോട്ടിലുകൾ, ഇവ നിർമ്മിക്കാൻ എന്തുപയോഗിക്കുന്നു? PVC ഉപയോഗിക്കുന്നു. അപ്പൊ PVC ഉപയോഗം ഒന്നും കൂടെ പറയാം, പഠിച്ചു വെച്ചോണം. ഒന്ന് ഇലക്ട്രിക്കൽ വയറിംഗ്, രണ്ട് പ്ലംബിംഗ്, അറിയാലോ PVC പൈപ്പ്, മൂന്ന് ഷൂസ്, നാല് ഹാൻഡ് ബാഗ്, അഞ്ച് റെയിൻ കോട്ടുകൾ, ആറ് ബോട്ടിൽ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് PVC. എന്താണ്? PVC. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് രണ്ടെണ്ണമാണ്. ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനും. നമുക്കറിയാം ബേക്കലൈറ്റിന്റെ മോണോമർ ഞാൻ പറഞ്ഞതാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ്. എന്തിനൊക്കെയാ ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ആണെന്ത്? ബേക്കലൈറ്റ്. എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? പ്ലഗുകൾ, പ്ലഗ് ഇല്ലേ, പ്ലഗ്, സ്വിച്ചും പ്ലഗും ഒക്കെ. രണ്ട് സ്വിച്ച് ഇല്ലേ, സ്വിച്ച്. മൂന്ന് ബട്ടണുകൾ. പിന്നെ വൈദ്യുതോപകരണത്തിന് പാചക പാത്രങ്ങളുടെയും കൈപ്പിടി ഇല്ലേ, കൈപ്പിടി. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെയൊക്കെ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ്? ബേക്കലൈറ്റ് ആണ്. പഠിച്ചു വെച്ചോണേ. പ്ലഗുകൾ, സ്വിച്ചുകൾ, പിന്നെന്താണ്? ബട്ടണുകൾ, പിന്നെന്താണ്? വൈദ്യുതോപകരണത്തിന്റെയും പാചക പാത്രങ്ങളുടെയും പിടി, കൈപ്പിടി. ഓക്കെ, ഇനി അടുത്ത മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. നമുക്കറിയാം പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ മെലാമിൻ ഫോർമാൽഡിഹൈഡ്. വീട്ടിൽ പോയിട്ട് നമുക്കറിയാം അടുക്കളയിരിക്കുന്ന പ്ലാസ്റ്റിക് താഴെ നിന്ന് പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുകയാണെങ്കിൽ അത് മെലാമിൻ ഫോർമാൽഡിഹൈഡ് അല്ല. പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ പ്ലാസ്റ്റിക് എന്താണ്? മെലാമിൻ ഫോർമാൽഡിഹൈഡ് ആണ്, റെസിനാണ്. ഓക്കെ, പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യം ഓക്കെ. ഇനി നമുക്കറിയാം പ്ലാസ്റ്റിക്കിന്റെ ഘടനയും കൂടെ പറയാം. നമുക്കറിയാം വിവിധ പ്ലാസ്റ്റിക്കുകൾ അവയുടെ തന്മാത്ര ഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ? നമുക്കറിയാം ബേക്കലൈറ്റിന്റെ തന്മാത്ര ഘടനയാണോ PVCയുടെ? അല്ല. ഓരോ പോളിമറിലെ തന്മാത്ര ഘടന എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തെർമോ പ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്ന് വിളിക്കുന്നു. തെർമോ പ്ലാസ്റ്റിക് ആയ ഈ PVC ഒക്കെ എന്തിന് എക്സാമ്പിളാ? ലീനിയർ പോളിമർ. എന്താ ലീനിയർ പോളിമർ? ഒന്നുമില്ല. മോണോമർ എന്താണ്? ഇങ്ങനെ മോണോമർ ശ്രദ്ധിച്ചോണം. മോണോമർ ഇങ്ങനെ അടുക്കി ലീനിയർ ആയിട്ട് നേർരേഖയിൽ എന്താണ്? മോണോമർ അടുക്കി വെച്ച് ഒരു പോളിമർ ഉണ്ടാകുകയാണെങ്കിൽ അതാണ് എന്ത്? ലീനിയർ പോളിമർ. ഇങ്ങനെ കണ്ടാ മക്കളെ, കണ്ട ഇങ്ങനെ നേരെ എന്താണ് അടുക്കി വെച്ചുണ്ടാകുന്നു. ഇതാണെന്ത്? നേർരേഖയിൽ. ഓക്കെ അല്ലേ? പഠിച്ചു വെച്ചോ. മോണോമറുകളെ നേർരേഖയിൽ ചേർന്നുണ്ടാക്കിയവയാണിത് അല്ലെ? നേർരേഖയിൽ. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? ക്ലോസ് ലിങ്ക.
പല മോണോമർ യൂണിറ്റുകളെ പല ദിശകളിലും കുറുകെ ചേർന്ന് ക്രോസ് ലിങ്ക് ഘടനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോക്കി ക്രോസ്ഡ് ലിങ്ക് കണ്ട, നോക്കി കണ്ട, ക്രോസ്ഡ് ലിങ്ക് കണ്ട ഘടനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് ചൂടാക്കും എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ലിങ്ക് എന്ത് ചെയ്യും? പൊട്ടും. ലിങ്ക് പൊട്ടും, അപ്പൊ ദൃഢമാകും. പിന്നെ ഓക്കെ അല്ലേ? പിന്നെ ചൂടാക്കി തണുപ്പിക്കുമ്പോൾ ഈ പറയുന്ന എന്ത് ചെയ്യും? ചൂടാക്കും മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യും. ഈ ലിങ്ക് പൊട്ടുന്നതുകൊണ്ടാ, പൊട്ടിക്കഴിഞ്ഞതുകൊണ്ട് പിന്നെ പഴയ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണിത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ അല്ലേ? പഠിച്ചു വെച്ചോണേ. ഓക്കെ, ഇവ രണ്ട് തമ്മിൽ ഘടനയിൽ വ്യത്യാസമാണ് ചൂടാക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവത്തിന് കാരണം. അപ്പൊ ഇത്ര ഓർത്താൽ മതി. ലീനിയർ പോളിമർ തെർമോപ്ലാസ്റ്റിക്കും ക്രോസ് ലിങ്ക് പോളിമർ ക്ലോസ് ആയിട്ട് വരുന്നത് അതെന്താണ്? തെർമോസെറ്റിങ്ങുമാണ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി അടുത്ത വെരി ഇമ്പോർട്ടന്റ് എന്താണ്? നമുക്ക് 4R ശീലിക്കാം, 4R എന്ത് ചെയ്യാം? ശീലിക്കാം. എല്ലാവരും ഈ 4R എന്ത് ചെയ്യാം? ശീലിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ അല്ലേ? മലിനീകരണം കുറയ്ക്കണമെങ്കിൽ ഈ 4R എന്ത് ചെയ്യണം? ശീലിക്കണം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലം ഉണ്ടാകുന്ന മലിനീകരണം ഒഴിവാക്കാനും 4R ശീലിക്കാം. എന്താ 4R? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്താണ്? പരമാവധി എന്ത് ചെയ്യണം? കുറയ്ക്കണം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പ്ലാസ്റ്റിക് മൂലം ഉണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാം. എന്തിനു വേണ്ടി നമ്മൾ എന്താണ്? 4R ശീലിക്കണം. എല്ലാം ശീലിക്കണം. ഒന്നാമത്തെ റെഡ്യൂസ്. എന്താ റെഡ്യൂസ്? ഉപയോഗം കുറയ്ക്കൽ. ഉപയോഗം കുറയ്ക്കൽ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൽ അല്ലെ? റീയൂസ്, ഉപയോഗിച്ച തന്നെ വീണ്ടും ഉപയോഗിക്കാം. ഉപയോഗിച്ച തന്നെ എന്താണ്? വീണ്ടും ഉപയോഗിക്കാം. അടുത്ത എന്താ? റെഫ്യൂസ്, നൽകാതിരിക്കുക. നൽകിയാലും സ്വീകരിക്കാതിരിക്കുക അല്ലെ? നമ്മൾ മീൻ മേടിക്കാൻ പോവാ. മീൻ മേടിക്കാൻ പോകുമ്പോൾ മീൻ കച്ചവടക്കാരൻ പ്ലാസ്റ്റിക് കവറിൽ മീൻ ഇട്ട് അതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറയാം, ചേട്ടാ വേണ്ട, ഞങ്ങൾ 4R ശീലിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ചേട്ടൻ നന്നാലും എനിക്ക് പ്ലാസ്റ്റിക് വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ കൊണ്ടുപോകാമെന്ന് പറയുക. അതാണ്. ഒന്നെങ്കിൽ അവർ നൽകാതിരിക്കുക, നൽകിയാലും നമ്മൾ മേടിക്കാതിരിക്കുക. അതാണ് നൽകാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. മനസ്സിലായോ? റീസൈക്ലിംഗ്, പുനഃചംക്രമണം നടത്തുക. സെറ്റല്ലേ മക്കളെ? അപ്പം 4R എല്ലാവരും എന്ത് ചെയ്യുക? 4R ശീലിക്കുക. ഇത് ചോദിച്ചാൽ വയ്ക്കൂ. അപ്പൊ എന്താ? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കൽ, പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന മലിനീകരണം ഒഴിവാക്കാൻ എല്ലാവരും എന്താണ്? 4R എന്ത് ചെയ്യുക? ശീലിക്കുക. റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക. റീയൂസ്, ഉപയോഗിച്ച് തന്നെ വീണ്ടും ഉപയോഗിക്കുക. റെഫ്യൂസ്, നൽകാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. അടുത്ത റീസൈക്കിൾ, പുനഃചംക്രമണം. ഓക്കെ അല്ലേ? നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ പുനഃചംക്രമണം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കുറെ ചിഹ്നങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് പുനഃചംക്രമണം 7 ചിഹ്നങ്ങളാണ്. 7 കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നോക്കി, പുനഃചംക്രമണ ചിഹ്നങ്ങൾ പഠിച്ചു വെച്ചോണേ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചംക്രമണം മെച്ചപ്പെടുത്തപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് അവ ഏതുതരം പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അല്ലേ? കാരണം തോന്നിയ വീട്ട് പുനഃചംക്രമണം നടത്താൻ പറ്റത്തില്ല. അത് ഏതുതരം പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് എന്താണ്? തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനായി വിവിധ പ്ലാസ്റ്റിക്കുകൾക്ക് പുനഃചംക്രമണ ചിഹ്നം നൽകിയിട്ടുണ്ട്. വിവിധ പ്ലാസ്റ്റിക്കുകൾക്ക് എന്താണ്? പുനഃചംക്രമണ ചിഹ്നം നൽകിയിട്ടുണ്ട് അല്ലെ? 1 മുതൽ 7 വരെയുള്ള നമ്പർ ആലേഖനം ചെയ്ത ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങളാണ് ചിഹ്നമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ 7 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. മൂന്നാമത്തെ, ഇതുവരെ ഇത് ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ചാൻസ് ഉണ്ടാണ്. പുനഃചംക്രമണ ചിഹ്നത്തിൽ മൂന്നാമത്തെ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓക്കെ അല്ലേ? ഒന്നാമത്തെ പഠിച്ചോണം, പോളി എഥിലീൻ ടെർത്താലേറ്റ് എന്നാണ് പറയുക. പോളി എഥിലീൻ ടെർത്താലേറ്റ്. രണ്ടാമത്തെ ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ, ഹൈ ഡെൻസിറ്റി സാന്ദ്രത കൂടിയ പോളി എഥിലീനുകൾ. മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ്, PVC. ചോദിക്കാം, പുനഃചംക്രമണ ചിഹ്നത്തിൽ മൂന്നാമത്തെ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മൂന്നാമത്തെ ചിഹ്നം എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ്. നാലാമത്തെ സാന്ദ്രത കുറഞ്ഞ പോളി എഥിലീൻ. രണ്ടാമത്തെ ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ നാലാമത്തെ 3 PVC കഴിഞ്ഞാൽ ലോ ഡെൻസിറ്റി. ഇപ്പൊ ഒന്നാമത്തെ പോളി എഥിലീൻ ടെർത്താലേറ്റ്. പറഞ്ഞേ, പോളി എഥിലീൻ ടെർത്താലേറ്റ്. 2 ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ. അടുത്ത PVC. അടുത്ത ലോ ഡെൻസിറ്റി പോളി എഥിലീൻ. 4 കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് പറഞ്ഞ്, ഒന്നാമത്തെ പോളി എഥിലീൻ ടെർത്താലേറ്റ്,
രണ്ട് പറഞ്ഞു ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. 3 PVC. 4 ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. 5ാമത്തെ പോളിപ്രൊപ്പിലീൻ. 6ാമത്തെ പോളിസ്റ്റൈറീൻ. 7ാമത്തെ മറ്റുള്ളവ. 1ാമത്തെ പോളിയെഥിലീൻ ടെർത്താലേറ്റ്. 2 ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ. 3 PVC. 4 ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ. 5ാമത്തെ പോളിപ്രൊപ്പിലീൻ. 6ാമത്തെ പോളിസ്റ്റൈറീൻ. 7ാമത്തെ മറ്റുള്ളവ. പുനഃചംക്രമണ ചിഹ്നത്തിൽ 3ാമത്തത് PVC. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി പ്ലാസ്റ്റിക്കുകളും മൈക്രോണുകളും നമ്മൾ എപ്പോഴും കേൾക്കുന്നയാ ഇത്ര മൈക്രോണിൽ കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മിക്ക കടകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ മൈക്രോൺ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന, കട്ടിയിലെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. 40 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ഉപയോഗം നിരോധിച്ചിരിക്കുകയാണ്. കാരണം 40 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വലിച്ചെറിയും. അപ്പൊ അതെന്തിനു കാരണമാവും? മലിനീകരണത്തിന് കാരണമാവും. പൊട്ടിയ പ്ലാസ്റ്റിക് നമ്മൾ ഈ പറഞ്ഞ പുരാവസ്തു സൂക്ഷിക്കുന്ന കൂട്ട് വീട്ടിൽ കൊണ്ട് വെക്കത്തില്ലല്ലോ. പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വലിച്ചപ്പുറത്തോട് വലിച്ചെറിയും. അപ്പൊ അത് മലിനീകരണത്തിന് കാരണമാകും. പെട്ടെന്ന് പൊട്ടുന്നതുകൊണ്ടാണ് 40 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് എന്താണ് നിരോധിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കിയേ മക്കളെ, പ്ലാസ്റ്റിക്കുകളുടെ കനം മൈക്രോൺ യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത് അല്ലേ? ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. ഓക്കെ, 40 മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നതിനാൽ ഇവയുടെ ഉപയോഗം പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള ഊർജം. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, പ്രധാന പ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ, പോളിപ്രൊപ്പീൻ. ഇതൊക്കെ എന്താ? ക്യാരി ബാഗ് അല്ലേ? ക്യാരി ബാഗ്, നമ്മുടെ സഞ്ചി, കവറ്, അത് തന്നെ. ഇത് ഈ പോളിത്തീനും പോളിപ്രൊപ്പീനും ഒക്കെ ഹൈഡ്രോ കാർബണാണ്. എന്താ ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ? ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനും കാർബണും മാത്രമടങ്ങിയ സംയുക്തം. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഒന്നും കൂടെ പറയാം, ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനും കാർബണും അടങ്ങിയ സംയുക്തമാണ് ഈ പറയുന്ന എന്ത്? പോളിത്തീനും പോളിപ്രൊപ്പീനും ഒക്കെ. ഓക്കെ, ഈ ഹൈഡ്രോ കാർബൺ കത്തിയാൽ, ഹൈഡ്രജനും കാർബണും അല്ലേ കത്തുക എന്ന് വെച്ചാൽ ഓക്സിജനുമായി പ്രവർത്തിക്കുക. ഹൈഡ്രോ കാർബണിൽ ഹൈഡ്രജനുമുണ്ട് കാർബണും ഉണ്ട്. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം കിട്ടും. കാർബൺ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് കിട്ടും. കൂടാതെ എന്താണ്? ഊർജവും സ്വതന്ത്രമാകും. മനസ്സിലായോടെ? ഓക്കെ അല്ലേ? നോക്കിയ മക്കളെ, പോളിത്തീൻ, പോളിപ്രൊപ്പീൻ മുതലായവ കൊണ്ട് നിർമ്മിച്ച ക്യാരി ബാഗുകൾ, ബോട്ടിലുകൾ എന്നിവ ഉന്നത താപനിലയിൽ വായുവിന്റെ ഓക്സിജന്റെ അധിക സാന്നിധ്യത്തിൽ പൂർണ്ണമായി കത്തിച്ചാൽ എന്ത് കിട്ടും? കാർബൺ ഡയോക്സൈഡും വാട്ടറും കിട്ടും. ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം എന്താണ്? ഊർജം എന്താണ്? സ്വതന്ത്രമാവുകയും ചെയ്യും. ഇതെല്ലാം ഹൈഡ്രോ കാർബൺ ആണ്. സെറ്റ് അല്ലേ? നോക്കിയ മക്കളെ, ഹൈഡ്രോ കാർബൺ പോളിമറുകളെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ പോളിമർ തന്മാത്ര വിഘടിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കും? ഇന്ധനമായിട്ട് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഈ ഹൈഡ്രോ കാർബൺ അടങ്ങിയ ക്യാരി ബാഗിലെ പോളിത്തീൻ, പോളിപ്രൊപ്പീനൊക്കെ ഇതൊക്കെ ഉന്നത മർദ്ദത്തിലും താപനിലയും ചൂടാക്കിയാൽ വിഘടിച്ചുണ്ടാകുന്ന സാധനങ്ങൾ എന്തിനുപയോഗിക്കും? നമ്മുടെ എന്താണ് വിഘടിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കും. ഈ വാതക ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സംവിധാനം ഇപ്പോൾ തന്നെ ഇവിടെ നിലവിലുണ്ട്. സെറ്റല്ലേ മക്കളെ? കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്കിത് തീരും. ജസ്റ്റ് നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മോണോമർ കിടപ്പുണ്ട്, ഒന്ന് ഓർത്തു വെച്ചോളാം. അതിനകത്ത് ഒന്നാമത്തെയാണ്, പഠിച്ചോ മക്കളെ, പോളിഈത്തീൻ. മിക്ക കേസിലും പോളിക്ക് ശേഷം വരുന്നയാണെന്ത്? മോണോമർ. പോളിഈത്തീൻ, മോണോമർ ഈത്തീൻ. പോളിപ്രൊപ്പീൻ, മോണോമർ പ്രൊപ്പീൻ. കണ്ടോ? പോളിസ്റ്റർ, എസ്റ്റർ. പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറയാം. പോളിഈത്തീൻ, പോളിപ്രൊപ്പീൻ, പ്രൊപ്പീൻ. പോളിസ്റ്റർ, എസ്റ്റർ. പോളിവിനൈൽ ക്ലോറൈഡ്, മിക്ക കേസിലും. പോളിസ്റ്റൈറിൻ, മിക്ക കേസിലും, എല്ലാത്തിലും വരുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? നമുക്കിത് ഓർത്താൽ മതി. ഒന്നാമത്തെ പോളിഈത്തീൻ, പോളിപ്രൊപ്പീൻ,
പോളിസ്റ്റർ, എസ്റ്റർ, പോളി വിനൈൽ ക്ലോറൈഡ്, വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, എല്ലാ കേസിലും ഇപ്പം ഞാൻ പറഞ്ഞ ബേക്കലേറ്റ്, ഫീനോൾ, ഫോർമാൽഡിഹൈഡ് ആണ്. ഓക്കെ ആണോ മക്കളെ? പഠിച്ചു വെച്ചോണം. അപ്പം ഇത് ഫീനോളും ഫോർമാൽഡിഹൈഡുമാണ് എന്തിൻ്റെത്? നമ്മുടെ ബേക്കലൈറ്റിൻ്റെത്. എല്ലാ കേസിലും വരത്തില്ല, തൽക്കാലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായ മക്കളെ? ഓക്കെ, അപ്പം ഒന്നും കൂടെ പറയാം. മോണോമർ ഈഥീൻ എന്നാണ് പോളി ഈഥീൻ, പ്രൊപ്പീൻ പോളിപ്രൊപ്പീൻ, എസ്റ്റർ പോളിസ്റ്റർ, പോളി വിനൈൽ ക്ലോറൈഡ് വിനൈൽ ക്ലോറൈഡ് ഒന്ന് പഠിച്ചു വെച്ചോ. അതുകൂടെ തന്നെ ബേക്കലൈറ്റ്, ഫീനോൾ, ഫോർമാൽഡിഹൈഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാക്സിമം കൂട്ടുകാരിലൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഇത് പഠിച്ചു വെച്ചോ, നാളെ ഈ ടോപ്പിക്കിൻ്റെ എക്സാം ആയിരിക്കും. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.